പവിഴമഴ. മഴവിൽ കുളിരഴകു വിരിഞ്ഞൊരു വർണ്ണമഴ. തനനാന താനന ഗന്ധർവഗാനമീ മഴ. ആദ്യാനുരാഗ രാമഴ. മഴവിൽ കുളിരഴകു വിരിഞ്ഞൊരു വർണ്ണമഴ. തോരാത്ത മോഹമീ മഴ. ഗന്ധർവഗാനമീ മഴ. തോരാത്ത മോഹമീ മഴ. ഗന്ധർവഗാനമീ മഴ. ആദ്യാനുരാഗ രാമഴ. പ്രണയമണി തൂവൽ കൊഴിയും പവിഴമഴ. മഴവിൽ കുളിരഴകു വിരിഞ്ഞൊരു വർണ്ണമഴ. അരികിൽ വരുമ്പോൾ തെളിനീർമഴ. അകലത്തു നിന്നാൽ കണ്ണീർമഴ. മിണ്ടുന്നതെല്ലാം മിഴിനീർമഴ. പ്രിയ ചുംബനങ്ങൾ പൂന്തേൻ മഴ. മെല്ലിമാറോട് ചേർന്നു നിൽക്കുമ്പോൾ ഉള്ളിനില നീർമഴ. മെല്ലിമാറോട് ചേർന്നു നിൽക്കുമ്പോൾ ഉള്ളിനില നീർമഴ. സ്വരമഴ. പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ. മഴവിൽ കുളിരഴകു വിരിഞ്ഞൊരു വർണ്ണമഴ. വിരഹങ്ങളേകി ചിന്തി മഴ. മൗനങ്ങൾ പാടി പൂന്തേൻ മഴ. സാന്ത്വനം പെയ്തു കനിവിൻ മഴ. ഹൃദയങ്ങൾ പാടി പനിനീർമഴ. പ്രേമ സന്ദേശമോടെ എത്തുന്നു പുലരി മഞ്ഞിൻ മഴ. പ്രേമ സന്ദേശമോടെ എത്തുന്നു പുലരി മഞ്ഞിൻ മഴ. സ്വരമഴ. പ്രണയമണി തൂവൽ കൊഴിയും പവിഴമഴ. മഴവിൽ കുളിരഴകു വിരിഞ്ഞൊരു വർണ്ണമഴ. തോരാത്ത മോഹമീ മഴ. ഗന്ധർവഗാനമീ മഴ. തോരാത്ത മോഹമീ മഴ. ഗന്ധർവഗാനമീ മഴ. ആദ്യാനുരാഗ രാമഴ. ആതിരയുടെ പെർഫോമൻസ് കഴിഞ്ഞ ആഴ്ചത്തായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ യു ആർ ട്രൈങ് ടു മേക്ക് യുവർ സെൽഫ് പെർഫോം. ഒരു നല്ലൊരു പോയിന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ യു ആർ വെരി മച്ച് കോൺഷ്യസ് ദാറ്റ് ദ സോങ് ഷുഡ് നോട്ട് ബി എഫക്റ്റഡ്. അതുകൊണ്ട് പാട്ടിൻ്റെ മുകളിൽ യു ആർ റിയലി ട്രൈങ് ടു ഗെറ്റ് യുവർ കൺട്രോൾ. പക്ഷേ പെർഫോമൻസ് ചെയ്ത് വരുമ്പോൾ ഇറ്റ് ഈസ് ലുക്കിംഗ് വെരി മച്ച് മെയ്ഡ് അപ്പ്. അതായത് കുറച്ചും കൂടിയും ലെറ്റ് ഇറ്റ് ഫ്ലോ ഔട്ട് നാച്ചുറലി. നമ്മൾ ഒരു സ്റ്റെപ്പും ഇങ്ങനെ പഠിച്ച് ചെയ്യാനുള്ളൊരു ശ്രമം മാതിരി തോന്നരുത്. ലെറ്റ് ഇറ്റ് ബി നാച്ചുറൽ. ഇപ്പം ആതിര പാടുന്ന സമയത്തുള്ള ഒരു എക്സ്പ്രഷനും
BGM വരുമ്പം പെട്ടെന്നൊരു സ്റ്റെപ്പ് അങ്ങ് ഇടാണ്. അപ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ പാട്ടും ആ സ്റ്റെപ്പും തമ്മിൽ ഭയങ്കര ഒരു ഡിഫറൻസ്. അതായത് ഈ സമയത്ത് ആരോ ബാക്കിൽ വന്ന് കീ തന്നതുമാതിരി. അത് ഞാൻ ആതിരയ്ക്ക് മനസ്സിലാവേണ്ട രീതിയിൽ പറയുകയാണ്. അതായത് അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആവരുത്. നമ്മൾ ലെറ്റ് ഇറ്റ് ബി നാച്ചുറൽ. പിന്നെ മെയിൻലി എനിക്ക് തോന്നിയത് ആതിരയ്ക്ക് ഒരു ചെറിയൊരു എംബാരസ്മെൻറ്റ്, ഒരു ചമ്മൽ ഉണ്ട്. ചമ്മലുണ്ട്, എനിക്കറിയാം. വെൻ പീപ്പിൾ കം ഫ്രം എ ടോട്ടലി ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ ഇതിനോട് പൊരുത്തപ്പെട്ട് വരാൻ കുറച്ച് സമയം പിടിക്കും. പക്ഷേ ട്രൈ ആൻഡ് മേക്ക് ഇറ്റ് ബി ആസ് നാച്ചുറൽ ആസ് പോസിബിൾ. കോൺഷ്യസ്നസ് കൊണ്ട് നമ്മൾ സ്റ്റേജിൽ ബാലൻസ്ഡ് അല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട് ചില സമയത്തൊക്കെ. ഒരു സൈഡിലേക്ക് മാറി പോവുക, അവിടെ നിന്ന് ഡാൻസ് ചെയ്ത് തിരിച്ച് ഒരു അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ പാട്ട് വൈസ് വെരി ഗുഡ്. പാട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ത് പറയേണ്ട, ലൈറ്റ് ടച്ചസും ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പറയത്തക്ക പിച്ചൗട്ടോ ഒന്നും കണ്ടില്ല. വാസ് നൈസ്. പിന്നെ നമുക്ക് ചില സമയത്തൊക്കെ മുഖത്തൊരു സ്ഥായിയായ ദുഃഖഭാവം കാണുന്നുണ്ട് കേട്ടോ. ഭയങ്കര സങ്കടപ്പെട്ടൊക്കെ പറയുന്നൊരു ഫീൽ വരുന്നുണ്ട് കേട്ടോ. ടെൻഷൻ അടിക്കണ്ടല്ലോ, എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, നന്നായിട്ട് പാടുന്നുണ്ട്. ഓക്കെ, ആ ഒരു കോൺഫിഡൻസോട് വരട്ടെ. ആതിര ആസ് എ പേഴ്സൺ ഇസ് കോൺഫിഡൻറ്റ്, ബട്ട് സ്റ്റേജ് വരുമ്പോൾ എവിടെയോ ഒരു ചമ്മൽ അല്ലേ? ലൈക്ക് ഹൗ എവരി വാസ് സേയിങ് ഹിയർ. ഈ സ്റ്റേജ്, you know which round you're standing right now. You know how lucky you are that you're chosen to stand here and perform for Superstar. You cannot afford to have chammal. This is serious. You are not supposed to have chammal. It's like saying after acting in 5 movies, I'm conscious of the camera. I cannot afford it. It's my job. I'm paid to do it, or I'm trained to do it. I have to do it. So here, you're a good singer, no doubt. But no doubt in that. But Superstar, what is Superstar? What is a star? It's a package all round. Ellam venam. Singer മാത്രമല്ല, അതാണ് we keep on stressing. Singer മാത്രമല്ല, അതുകൊണ്ട് ആ പാക്കേജ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് you have to try. മൈക്ക് പൊസിഷനിങ് ഞാൻ പലപ്പോഴും നമ്മൾ സംസാരിച്ചിരുന്നു, പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തൊക്കെ നോക്കിയിരുന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ചിലപ്പോൾ ടെൻഷൻ്റെ ആയിരിക്കാം. കുറച്ചുകൂടി നല്ല വോളിയത്തിൽ പോകുന്ന ഭാഗങ്ങളിൽ, ഹൈ പിച്ചിലൊക്കെ പോകുന്ന ഭാഗങ്ങളിൽ അത് മൈക്ക് ഇച്ചിരി അകത്തി പിടിക്കണം, അല്ലെങ്കിൽ ഒരു ജാറിങ് ഇഫക്റ്റ് ടോട്ടലി മൈക്കിൽ വരും. അപ്പം അത് 2-3 സ്ഥലങ്ങളിൽ ശ്രദ്ധിച്ചില്ല. അപ്പിയറൻസ് വൈസ് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു ഈ പ്രാവശ്യത്തെ അപ്പിയറൻസ്. എന്തായാലും ഓൾ ദി ബെസ്റ്റ്.